Hi students, welcome back. Class 12th CBSE Computer Science-ന്റെ പൈത്തൺ മൊഡ്യൂൾസ് എന്നുള്ള ടോപ്പിക്കിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള വൺ ഷോട്ട് വീഡിയോ ആണ്. കംപ്ലീറ്റ് പോർഷൻസ് കവർ ചെയ്യുന്ന ഒരു വൺ ഷോട്ട് വീഡിയോ ആണിത്. അപ്പോൾ ഈ ടോപ്പിക്കുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള കംപ്ലീറ്റ് തിങ്സ് നമ്മൾ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിർബന്ധമായിട്ടും നിങ്ങൾ അവസാനം വരെ കാണുക. ഈ പൈത്തൺ മൊഡ്യൂൾസ് എന്നുള്ള ടോപ്പിക്ക് റിലേറ്റ് ചെയ്തിട്ടുള്ള കംപ്ലീറ്റ് മൊഡ്യൂൾസ്, അതായത് നമ്മൾ ഈ ടോപ്പിക്കിൽ വരുന്ന റാൻഡം മൊഡ്യൂൾസ്, അതുപോലെ സ്റ്റാറ്റിസ്റ്റിക്സ് മൊഡ്യൂൾസ്, മാത്ത് മൊഡ്യൂൾ കംപ്ലീറ്റ് അതിൽ വരുന്ന എല്ലാ ഫംഗ്ഷൻസും ഡീറ്റെയിൽ ആയിട്ട് നമ്മളിതിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഈ ഒരു വീഡിയോ കാണുന്നതോടുകൂടി കംപ്ലീറ്റ് ആയിട്ടുള്ള ഈ ടോപ്പിക്ക് നിങ്ങൾക്ക് കവർ ചെയ്യാൻ പറ്റും. CBSE 12th ബോർഡ് എക്സാമിനൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾക്ക് ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണിത്. അപ്പോൾ അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ കാണുക. നിങ്ങൾക്ക് ഇതുപോലുള്ള വീഡിയോസ് കിട്ടാൻ വേണ്ടിയിട്ട് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനായിട്ട് ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. സോ ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ. മൊഡ്യൂൾ എന്താണ്? മൊഡ്യൂൾ എന്നാണ് ഡിസ്കസ് ചെയ്യുന്നത്. മൊഡ്യൂൾ ഈസ് എ ഫയൽ കണ്ടെയ്നിങ് പൈത്തൺ ഡെഫിനിഷൻ, ഫങ്ഷൻസ്, വാരിയബിൾ, ക്ലാസ്സസ്, സ്റ്റേറ്റ്മെന്റ്സ്. ദ എക്സ്റ്റൻഷൻ ഓഫ് ദിസ് ഫയൽ വിൽ ബി .py. ഓക്കെ, മൊഡ്യൂൾ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ഫയൽ കണ്ടെയ്നിങ് പൈത്തൺ. അതായത് ഇപ്പോൾ ജസ്റ്റ് ഫോർ എക്സാമ്പിൾ റാൻഡം മൊഡ്യൂൾ നിങ്ങൾ എടുക്കുകയാണെങ്കിൽ അതിൽ റാൻഡമൈസ്, റാൻഡം, റാൻഡിൻറ്റ് തുടങ്ങിയ ഒരുപാട് ഫങ്ഷൻസ് ഉണ്ട്. മാത്ത് മൊഡ്യൂൾ എടുക്കുകയാണെങ്കിൽ അതിൽ ഫാബ്സ്, അതിൽ സ്ക്വയർ റൂട്ട്, ഒരുപാട് ഫങ്ഷൻസ് അതിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നുണ്ട്. ഓക്കെ, അങ്ങനെ ഒരു ബഞ്ച് ഓഫ് ഫങ്ഷൻസിനാണ് നമ്മൾ മൊഡ്യൂൾ എന്ന് വിളിക്കുക. ഓക്കെ, എങ്ങനെയാണ് സേവ് ചെയ്തിരിക്കുന്നത് വെച്ചാൽ മൊഡ്യൂൾ ദ എക്സ്റ്റൻഷൻ ഓഫ് ദിസ് ഫയൽ വിൽ ബി .py. .py എന്ന് പറഞ്ഞാൽ പൈത്തൺ ഫയലിൻ്റെ എക്സ്റ്റൻഷൻ ആണ് .py. ക്ലിയർ ആണല്ലോ? അതാണ് മൊഡ്യൂൾ എന്ന് പറയുന്നത്. A simple way we can say a module is a file. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇമ്പോർട്ടിംഗ് പൈത്തൺ മൊഡ്യൂൾസ്. എങ്ങനെയാണ് നമുക്കൊരു പൈത്തൺ മൊഡ്യൂളിനെ നമ്മളെ പ്രോഗ്രാമിലേക്ക് നമുക്ക് ഇമ്പോർട്ട് ചെയ്യാൻ പറ്റും? നമുക്ക് മെയിനായിട്ട് രണ്ട് വേ ആണുള്ളത്. വി ഹാവ് ടു വേസ്. ഓക്കെ, വൺ യൂസിങ് ഇമ്പോർട്ട് ഫംഗ്ഷൻ ആൻഡ് ദ അതർ വൺ ഈസ് യൂസിങ് ഫ്രം സ്റ്റേറ്റ്മെൻറ്റ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് യൂസിങ് ഇമ്പോർട്ട് സ്റ്റേറ്റ്മെൻറ്റ്. ഇമ്പോർട്ട് സ്റ്റേറ്റ്മെൻറ്റ് ഉപയോഗിച്ച് എങ്ങനെയാണ് നമുക്ക് ഒരു മൊഡ്യൂളിനെ നമ്മളെ പ്രോഗ്രാമിലേക്ക് ഇമ്പോർട്ട് ചെയ്യാൻ പറ്റുന്നതെന്നാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം ഇമ്പോർട്ട് മൊഡ്യൂൾ നെയിം. ഓക്കെ, ഏത് ഫംഗ്ഷനാണ് നിങ്ങൾക്ക് ഇമ്പോർട്ട് ചെയ്യേണ്ടത് ആ ഇമ്പോർട്ട് എഴുതാം, ആ ഫംഗ്ഷൻ, ആ മൊഡ്യൂളിൻ്റെ നെയിം എഴുതാം. ഓക്കെ, ആ മൊഡ്യൂളിൻ്റെ നെയിം എഴുതാം. ജസ്റ്റ് ഫോർ എക്സാമ്പിൾ ഇമ്പോർട്ട്, ഇപ്പോൾ മൾട്ടിപ്പിൾ മൊഡ്യൂൾസ് ഇമ്പോർട്ട് ചെയ്യണമെങ്കിൽ ഇമ്പോർട്ട് മൊഡ്യൂൾ 1, മൊഡ്യൂൾ 2, മൊഡ്യൂൾ 1 കോമ മൊഡ്യൂൾ 2 കോമ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് മൾട്ടിപ്പിൾ മൊഡ്യൂൾസിൻ്റെ നെയിം എഴുതാം. ഇപ്പോൾ ജസ്റ്റ് ഫോർ എക്സാമ്പിൾ ഞാൻ ഇവിടെ നിങ്ങൾക്ക് കാണിച്ചു തരാം. എനിക്കിപ്പോൾ മാത്ത് മൊഡ്യൂളാണ് ഇമ്പോർട്ട് ചെയ്യണമെങ്കിൽ എനിക്ക് ഇങ്ങനെ കാണിച്ചു തരാം. എനിക്ക് ജസ്റ്റ് ഫോർ എക്സാമ്പിൾ ഇമ്പോർട്ട് ഒരു മാത്ത് മൊഡ്യൂളാണ് എനിക്ക് ഇമ്പോർട്ട് ചെയ്യണമെങ്കിൽ എനിക്ക് ഇങ്ങനെ എഴുതാം ഇമ്പോർട്ട്. ഓക്കെ, ഇമ്പോർട്ട് മാത്ത് പറഞ്ഞാൽ ആ മാത്ത് എന്ന് പറയുന്ന മൊഡ്യൂൾ നമ്മൾ പ്രോഗ്രാമിലേക്ക് ഇമ്പോർട്ടായി. അപ്പോൾ അതിൻ്റെ അണ്ടറിലുള്ള മുഴുവൻ ഫംഗ്ഷൻസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ എനിക്ക് അതിൻ്റെ അണ്ടറിൽ സ്ക്വയർ റൂട്ട് എന്നുള്ള ഫംഗ്ഷനാണ് ഉപയോഗിക്കേണ്ടത്. ഇതാണ് സിൻടാക്സ്. നിങ്ങൾക്ക് ഇവിടെ കാണാം. മൊഡ്യൂൾ നെയിം ഡോട്ട് ഫംഗ്ഷൻ നെയിം, മൊഡ്യൂൾ നെയിം ഡോട്ട് ഫംഗ്ഷൻ നെയിം. അപ്പോൾ എന്താണ് ഇതിൽ നമ്മളെ മൊഡ്യൂളിൻ്റെ നെയിം? നമ്മളെ മൊഡ്യൂളിൻ്റെ നെയിം മാത്ത് എന്നാണ്. ഫംഗ്ഷൻ ഞാൻ ഉപയോഗിക്കാൻ പോകുന്ന സ്ക്വയർ റൂട്ട് എന്നാണ്. അപ്പോൾ എനിക്ക് എങ്ങനെ എഴുതാം? മാത്ത് ഡോട്ട് SQRT. ഓക്കെ, മാത്ത് ഡോട്ട് SQRT. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ അണ്ടറിലുണ്ടോ മാത്ത് എന്ന് പറയുന്നതാണ് നമ്മുടെ മൊഡ്യൂളിൻ്റെ പേര്, ഡോട്ട് ഫംഗ്ഷൻ നെയിം SQRT. അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് മാത്ത് ഡോട്ട് ഓക്കെ കോസ്, കോസ് എന്നുള്ള ഫംഗ്ഷൻ മാത്തിൻ്റെ അണ്ടറിലുള്ള, അല്ലെങ്കിൽ മാത്ത് ഡോട്ട് ഫാബ്സ്. ഓക്കെ, ഇത് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യും എന്താണ് ഈ ഫംഗ്ഷൻസ് ഒക്കെ. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ പഠിച്ച ഫംഗ്ഷൻ എങ്ങനെയാണ് പൈത്തൻ്റെ മൊഡ്യൂൾ ഇമ്പോർട്ട് ചെയ്യുക എന്നുള്ള മെത്തേഡ് യൂസിങ് ഇമ്പോർട്ട് സ്റ്റേറ്റ്മെൻറ്റ് എന്നാണ്. ഇമ്പോർട്ട് സ്റ്റേറ്റ്മെൻറ്റ് ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾക്ക് ഇമ്പോർട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് സിൻടാക്സ് ഇതാണ്. ഇമ്പോർട്ട് എന്നുള്ള സിൻടാക്സ് ചെയ്ത് ഇമ്പോർട്ട് എന്നുള്ള സ്റ്റേറ്റ്മെൻറ്റ് എഴുതാം. അത് കഴിഞ്ഞിട്ട് മൊഡ്യൂൾ നെയിം, ഏത് മൊഡ്യൂളാണ് ഇമ്പോർട്ട് ചെയ്യേണ്ടത് വെച്ചാൽ മൊഡ്യൂളിൻ്റെ പേര് എഴുതാം. ക്ലിയർ ആണല്ലോ? അപ്പോൾ മൾട്ടിപ്പിൾ മൊഡ്യൂൾ ഇമ്പോർട്ട് ചെയ്യണമെങ്കിൽ ഇമ്പോർട്ട് എഴുതാം മൊഡ്യൂൾ 1. ഇപ്പോൾ ജസ്റ്റ് എനിക്ക് മാത്ത് കോമ സ്റ്റാറ്റിസ്റ്റിക്സ്, അപ്പോൾ ഇങ്ങനെ എഴുതാം ഇമ്പോർട്ട് മാത്ത് കോമ സ്റ്റാറ്റിസ്റ്റിക്സ്. അപ്പോൾ രണ്ട് മൊഡ്യൂൾ ഒരുമിച്ച് നമുക്ക് ഇമ്പോർട്ട് ചെയ്യും. ക്ലിയർ ആണല്ലോ ഈ മെത്തേഡ്? ഇനി അടുത്തൊരു മെത്തേഡിലേക്ക് പോകാം. അതിന് മുമ്പ് കുറച്ച് എക്സാമ്പിൾ നമുക്കിവിടെ ചെക്ക് ചെയ്യാം. സോ ഇവിടെ കണ്ടോ ഇമ്പോർട്ട് മാത്ത്. ഇമ്പോർട്ട് മാത്ത് എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മൾ എന്താണ് ഇമ്പോർട്ട് ചെയ്യുന്നത്? മാത്ത് മൊഡ്യൂളാണ് നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്നത് അല്ലേ? ആ മാത്ത് മൊഡ്യൂളിന് അണ്ടറുള്ള ഫംഗ്ഷൻ എങ്ങനെ കോൾ ചെയ്യാം? മാത്ത് ഡോട്ട് ഉണ്ടോ മൊഡ്യൂൾ നെയിം ഡോട്ട് ഫംഗ്ഷൻ നെയിം. സോ ഫംഗ്ഷൻ നെയിം വരുന്നത് ഇവിടെ POW, അതായത് പവർ എന്നുള്ള ഫംഗ്ഷനാണ്. 2,3 എന്ന് പറഞ്ഞാൽ 2 raised to 3 എന്നാണ് അല്ലേ? അതിൻ്റെ മീനിങ് എന്താണ്? 2 raised to 3 എന്നാണ്. 2 raised to 3 എന്ന് പറഞ്ഞാൽ 2 ഈസ് മൾട്ടിപ്ലൈഡ് ഇൻ 3 ടൈംസ് എന്നാണ്. അപ്പോൾ 8.0 എന്ന് വരും. ഓക്കെ, 8.0.
ഇനി അടുത്തത് റാൻഡം ഡോട്ട് റാൻഡിൻ കണ്ടോ, ഇവിടെ അടുത്തൊരു ഫംഗ്ഷൻ്റെ ഒരു മൊഡ്യൂളിൻ്റെ പേരാണ് റാൻഡം. അതിൻ്റെ അണ്ടറിലുള്ള ഒരു ഫംഗ്ഷൻ്റെ പേരാണ് റാൻഡിൻറ്റ് 2,5. ഇപ്പോൾ ഇവിടെ നമുക്ക് എന്താണ്, നമുക്ക് എററാണ് കിട്ടിയത് അല്ലേ. ഇവിടെ നമുക്ക് എറർ കിട്ടി. എന്തുകൊണ്ടാണ്? ഈ റാൻഡം എന്നുള്ള ഇത് നമ്മൾ ഇമ്പോർട്ട് ചെയ്തില്ല, റാൻഡം എന്നുള്ള മൊഡ്യൂൾ നമ്മൾ ഇമ്പോർട്ട് ചെയ്തില്ല. അതുകൊണ്ട് അതിൻ്റെ അണ്ടറിലുള്ള ഫംഗ്ഷൻ നിങ്ങൾ ഉപയോഗിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എറർ വരും. ഇതെങ്ങനെ ഈ എറർ കറക്റ്റ് ചെയ്യാം? ആദ്യം യു ഷുഡ് ഇമ്പോർട്ട് ദ മൊഡ്യൂൾ. ഓക്കെ, സോ ഇമ്പോർട്ട് റാൻഡം. ദെൻ യു ക്യാൻ യൂസ് റാൻഡം ഡോട്ട് റാൻഡിൻ 2,5. ക്ലിയർ ആണല്ലോ. അത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ഇമ്പോർട്ട് ചെയ്യാം. ഇപ്പോൾ റാൻഡം എന്നുള്ള മൊഡ്യൂൾ ഇവിടെ ഇമ്പോർട്ട് ചെയ്തു. ദെൻ റാൻഡം ഡോട്ട് റാൻഡിൻ 2,5. സോ ഈ ഫംഗ്ഷൻ എന്താണെന്നല്ല നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യും. എന്താണ് റാൻഡിൻ ഫംഗ്ഷൻ? നമുക്ക് റാൻഡിൻ്റെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഡ് ആണെങ്കിൽ 2 to 5 എന്ന് പറഞ്ഞാൽ ബോത്ത് വാല്യൂസ്, അതായത് ഈ രണ്ട് ലിമിറ്റ്, ഇത് ലോവർ ലിമിറ്റ് ആണ്, ഇത് അപ്പർ ലിമിറ്റ് ആണ് അല്ലേ. ബോത്ത് വാല്യൂസ് ആർ ഇൻക്ലൂഡഡ്. അപ്പോൾ 2 to 5 എന്ന് പറഞ്ഞാൽ 2 മുതൽ 5 വരെയുള്ള ഏത് വാല്യൂയും ജനറേറ്റ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട് അറ്റ് എ ടൈം 1 വാല്യൂ. അതായത് ഐദർ 2 വരാം, അല്ലെങ്കിൽ 3 വരാം, അല്ലെങ്കിൽ 4 വരാം, 5 ആൾസോ ഇൻക്ലൂഡ്. ഓക്കെ, 5 ആൾസോ ഇൻക്ലൂഡഡ്. പക്ഷെ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് എല്ലാം കൂടെ ഒരുമിച്ച് പ്രിന്റ് ചെയ്യില്ല, അറ്റ് എ ടൈം 1. ഓക്കെ, സോ അറ്റ് എ ടൈം 1 വിൽ ബി പ്രിന്റഡ്. ഗോട്ട് ദ പോയിന്റ്? അറ്റ് എ ടൈം 1 നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി ഞാൻ എഴുതരാം. അറ്റ് എ ടൈം 1 വിൽ ബി പ്രിന്റഡ്. ഓക്കെ, ഓക്കെ, ബോത്ത് ലോവർ ലിമിറ്റ് ആൻഡ് അപ്പർ ലിമിറ്റ് ആർ ഇൻക്ലൂഡ്. നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പിന്നീട് ഡിസ്കസ് ചെയ്യും. അപ്പോൾ ഈ എക്സാമ്പിൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അതായത് ഏത് ഫംഗ്ഷനാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നത്, ആ ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നതിന് മുന്നേ ആ മൊഡ്യൂൾ തീർച്ചയായിട്ടും നിങ്ങൾ ഇമ്പോർട്ട് ചെയ്തിരിക്കണം. ഇമ്പോർട്ട് മാത്ത് അല്ലെങ്കിൽ ഇമ്പോർട്ട് സ്റ്റാറ്റിസ്റ്റിക്സ് അല്ലെങ്കിൽ ഇതുപോലെ ഇനി രണ്ടാമത്തെ മെത്തേഡാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, യൂസിങ് ഫ്രം സ്റ്റേറ്റ്മെൻറ്റ്. ഓക്കെ, ഫ്രം സ്റ്റേറ്റ്മെൻറ്റ് ആദ്യം നമ്മൾ പഠിച്ചത് ഇമ്പോർട്ട് മൊഡ്യൂൾ നെയിം ആണ്, ഇമ്പോർട്ട് റാൻഡം, ഇമ്പോർട്ട് മാത്ത്, അങ്ങനെ ഇമ്പോർട്ട് സ്റ്റേറ്റ്മെൻ്റ് ആയിരുന്നു. ഇത് രണ്ടാമത് യൂസിങ് ഫ്രം സ്റ്റേറ്റ്മെൻറ്റ് അല്ലേ, യൂസിങ് ഫ്രം സ്റ്റേറ്റ്മെൻറ്റ് യൂസ്ഡ് ടു ആക്സസ് സ്പെസിഫിക് ഓൾ ആട്രിബ്യൂട്ട്സ് ഫ്രം ദ മൊഡ്യൂൾ. അതായത് സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ഫംഗ്ഷൻ മാത്രം നിങ്ങൾക്ക് എന്ത് ചെയ്യാം. ഇപ്പം നമ്മൾ ഇമ്പോർട്ട് മാത്ത് എന്ന് പറയുമ്പോൾ മാത്തിൻ്റെ അണ്ടറുള്ള മുഴുവൻ ഫംഗ്ഷനും എന്ത് ചെയ്യും, നിങ്ങളുടെ പ്രോഗ്രാമിലേക്ക് ഇമ്പോർട്ട് ആവും. അതിന് ഇൻസ്റ്റഡ് ആയിട്ട് നിങ്ങൾക്ക് സ്പെസിഫിക് ആയിട്ട് ഇപ്പോൾ സ്ക്വയർ റൂട്ട് എന്നുള്ളൊരു ഫംഗ്ഷൻ മാത്രം, അല്ലെങ്കിൽ ജസ്റ്റ് ഫാപ്സ് എന്നുള്ളൊരു ഫംഗ്ഷൻ മാത്രം നിങ്ങൾക്ക് ഇമ്പോർട്ട് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഈ മെത്തേഡ് ഉപയോഗിക്കാം. അതിൻ്റെ സിൻടാക്സ് ഇതാണ്. ഫ്രം എന്ന് ഉപയോഗിക്കുക ആദ്യം. ഫ്രം മൊഡ്യൂൾ, ഏത് മൊഡ്യൂൾ എന്നാണ് നിങ്ങൾ ഇമ്പോർട്ട് ചെയ്യുന്നത് വെച്ചാൽ മൊഡ്യൂളിൻ്റെ പേര് എഴുതാം. ഇമ്പോർട്ട് ഫംഗ്ഷൻ നെയിം, അപ്പോൾ സ്പെസിഫിക് ആയിട്ട് ഈ ഫംഗ്ഷൻ മാത്രം ഇമ്പോർട്ട് ചെയ്യും. ഓക്കെ, അപ്പോൾ മൾട്ടിപ്പിൾ മൊഡ്യൂൾ ഇമ്പോർട്ട് ചെയ്യണമെങ്കിൽ എങ്ങനെയാണ് ഫംഗ്ഷൻസ്. ഇപ്പോൾ ഇവിടെ നമ്മൾ ഒരു ഫംഗ്ഷൻ ആണല്ലേ ഇമ്പോർട്ട് ചെയ്യുന്നത്. ഇനി മൾട്ടിപ്പിൾ ഫംഗ്ഷൻ ഇമ്പോർട്ട് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യാം, ഫ്രം എന്ന് എഴുതാം, മൊഡ്യൂളിൻ്റെ പേര് എഴുതാം, ഇമ്പോർട്ട് ഫംഗ്ഷൻ നെയിം 1, ഫംഗ്ഷൻ നെയിം 2. ഓക്കെ, സോ അല്ലെങ്കിൽ നമുക്ക് ഫ്രം മൊഡ്യൂൾ നെയിം ഇമ്പോർട്ട് സ്റ്റാർ. ഇമ്പോർട്ട് സ്റ്റാർ എന്ന് പറഞ്ഞാൽ എന്താണ്, ഇമ്പോർട്ട് സ്റ്റാർ എന്ന് പറഞ്ഞാൽ കണ്ടോ, all attributes അല്ലെങ്കിൽ all functions can be will be imported to access a particular method from any module. So ഇവിടെ ഒരു എക്സാമ്പിൾ തന്നിട്ടുണ്ട്. സോ ഫ്രം റാൻഡം ഇമ്പോർട്ട് റാൻഡിൻറ്റ് അല്ലേ. ഇപ്പം റാൻഡം എന്നുള്ള മൊഡ്യൂളിൽ നിന്ന് നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്നത് ഈ ഫംഗ്ഷൻ മാത്രമേ ഉള്ളൂ, റാൻഡിൻറ്റ് എന്നുള്ള ഫംഗ്ഷൻ മാത്രമാണ് ഇമ്പോർട്ട് ചെയ്യുന്നത് ഉണ്ടോ. ദെൻ യു ക്യാൻ യൂസ് റാൻഡിൻറ്റ് 3,7. അപ്പോൾ ജനറേറ്റ് ചെയ്യും അല്ലേ. 3,7 എന്ന് പറഞ്ഞാൽ 3, 4, 5, 6, 7. 7 also included, 3 also included, but at a time 1 will be printed. ഓക്കെ, ഇവിടെ ഉണ്ടോ. ഇനി അടുത്തൊരു ഫംഗ്ഷൻ റാൻഡം എന്നുള്ള ഫംഗ്ഷൻ ശരിക്കും ഈ റാൻഡം മൊഡ്യൂളിന് അണ്ടറിലുള്ളതാണ്. പക്ഷെ റാൻഡം എന്ന് ഉപയോഗിക്കുന്ന സമയത്ത് നമുക്ക് ഇവിടെ ജനറേറ്റ് എറർ മെസ്സേജ്. വൈ? ദ റീസൺ ഈസ് റാൻഡം എന്നുള്ളത് നമ്മൾ ഇമ്പോർട്ട് ചെയ്തില്ല. നമ്മൾ സ്പെസിഫിക് ആയിട്ട് ഒരു എന്താണ് ഓക്കെ, സ്പെസിഫിക് ആയിട്ട് എറർ വരാനുള്ള കാരണം എന്താ വെച്ചാൽ നമ്മൾ റാൻഡിൻറ്റ് എന്നുള്ള ഫംഗ്ഷൻ മാത്രമാണ് ഇമ്പോർട്ട് ചെയ്തത്, റാൻഡം എന്നുള്ളത് ഇമ്പോർട്ട് ചെയ്തില്ല. നിങ്ങൾ ഈ ഫ്രം റാൻഡം ഇമ്പോർട്ട് സ്റ്റാർ അല്ലെങ്കിൽ ഇമ്പോർട്ട് റാൻഡം എന്ന് എഴുതുകയാണെങ്കിൽ കംപ്ലീറ്റ് ഈ രണ്ട് ഫംഗ്ഷനും ഇമ്പോർട്ട് ചെയ്യുമായിരുന്നു. ഇപ്പോൾ നമ്മൾ ഒരു ഫംഗ്ഷൻ മാത്രമാണ് ഇമ്പോർട്ട് ചെയ്തത്, റാൻഡിൻറ്റ് എന്നുള്ളത്. അപ്പോൾ നമുക്ക് റാൻഡിൻറ്റ് എന്നുള്ള ഫംഗ്ഷൻ മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. റാൻഡം എന്നുള്ളത് നിങ്ങൾ യൂസ് ചെയ്യുന്ന സമയത്ത് അത് ഇമ്പോർട്ട് ചെയ്യാത്തതുകൊണ്ട് എറർ ജനറേറ്റ് ചെയ്യും. ക്ലിയർ ആണല്ലോ. ഇവിടെ എറർ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇറ്റ് ഈസ് നെയിം എറർ അല്ലേ, നെയിം എറർ. റാൻഡം ഈസ് നോട്ട് ഡിഫൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മൾ നമ്മളെ പ്രോഗ്രാമിലേക്ക് ഇമ്പോർട്ട് ചെയ്തില്ല. ക്ലിയർ ആണല്ലോ. നമുക്ക് അടുത്തൊരു ടോപ്പിക്ക് നോക്കാം. സോ മൊഡ്യൂൾ
അലിയാസിങ് മൊഡ്യൂൾ അലിയാസിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ റീനെയിം ചെയ്യാണ്, റീനെയിമിംഗ് ദ മൊഡ്യൂൾ അറ്റ് ദ ടൈം ഓഫ് ഇമ്പോർട്ട്. ഓക്കെ, അതായത് മൊഡ്യൂളിൻ്റെ നെയിമിന് പകരം നമുക്ക് വേറൊരു പേര് കൊടുക്കും. നമ്മൾ സാധാരണ ഇമ്പോർട്ട് മാത്ത്, അപ്പോൾ മാത്ത് ഡോട്ട് SQRT അങ്ങനെയാണല്ലോ നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്നത്. അതിന് പകരം നമുക്ക് വേറൊരു പേര് കൊടുക്കാം. അതാണ് അലിയാസിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇമ്പോർട്ട് യൂസിങ് ആസ് കീവേഡ്. ഓക്കെ, ആസ് കീവേഡ്. ഇവിടെ ഒരു എക്സാമ്പിൾ നോക്കാം. ഇമ്പോർട്ട് മൊഡ്യൂൾ നെയിം ആസ് അലിയാസ് നെയിം. ഇപ്പോൾ ഇമ്പോർട്ട് നോർമലി നമ്മൾ എങ്ങനെയാണ് ഉപയോഗിക്കാറ്? ഇപ്പോൾ ഇവിടെ ഞാനൊരു എക്സാമ്പിൾ കാണിച്ചു തരാം. നോർമലി നമ്മൾ ഇങ്ങനെയാണ് ഉപയോഗിക്കുക അല്ലേ? ഇമ്പോർട്ട് നമ്മൾ റാൻഡം എന്ന് ഉപയോഗിച്ച് വിചാരിക്കാം. ഇമ്പോർട്ട് റാൻഡം, ദെൻ റാൻഡം ഡോട്ട് റാൻഡിൻ്റ് എന്നുള്ള ഫംഗ്ഷൻ ഉപയോഗിക്കണമെങ്കിൽ ആദ്യം എനിക്ക് മൊഡ്യൂളിൻ്റെ പേര് എഴുതണം, ദെൻ റാൻഡം ഡോട്ട് എനിക്ക് യൂസ് ചെയ്യേണ്ട ഫംഗ്ഷൻ്റെ പേര് റാൻഡിൻറ്റ്. ഇങ്ങനെയാണ് എനിക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളൂ അല്ലേ? അതിനു പകരം നമുക്കിവിടെ ഒരു അലിയാസ് നെയിം കൊടുക്കാം. അതായത് ഈ റാൻഡം ഇതാണ് മൊഡ്യൂളിൻ്റെ പേര്. മൊഡ്യൂളിൻ്റെ പേര് വീണ്ടും അഗെയിൻ നമുക്ക് യൂസ് ചെയ്യുന്നതിന് പകരം വി ക്യാൻ യൂസ് എൻ അലിയാസ് നെയിം. ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം ഇമ്പോർട്ട് സ്റ്റാറ്റിസ്റ്റിക്സ് ആസ് എസ്. ഇവിടെ ഞാനൊരു അലിയാസ് നെയിം കൊടുത്തു. ഇതാണ് അലിയാസ് നെയിം. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ടൈം സ്റ്റാറ്റിസ്റ്റിക്സ് ഡോട്ട് മീൻ എന്നുള്ള ഫംഗ്ഷൻ സ്റ്റാറ്റിസ്റ്റിക്സ് എന്നുള്ള മൊഡ്യൂളിൻ്റെ അണ്ടറിലുള്ളതാണ്. അപ്പോൾ നമുക്ക് സ്റ്റാറ്റിസ്റ്റിക്സ് ഡോട്ട് മീൻ എന്ന് വിളിക്കുന്നതിന് പകരം എസ് ഡോട്ട് മീൻ എന്ന് വിളിക്കാം. എസ് ഡോട്ട് മീൻ. ഓക്കെ, ഇത് മീൻ കാണാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ 4 വാല്യൂസ് പാസ് ചെയ്യുന്നുണ്ട്. മീൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇത് ആവറേജ് ആണ്. ഈ 4 വാല്യൂ ആഡ് ചെയ്തിട്ട് ഡിവൈഡ് ബൈ 4 ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ആൻസർ ആയിരിക്കും മീൻ. ഇక ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഈ മൊഡ്യൂൾ ഓരോന്നും ഡിസ്കസ് ചെയ്യും. അപ്പോൾ ഞാൻ ക്ലിയർ ആയിട്ട് പറഞ്ഞുതരാം. സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ അണ്ടറിൽ വരുന്ന ഫംഗ്ഷൻസ് ഏതൊക്കെയാണെന്നൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അപ്പോൾ ഡിസ്കസ് ചെയ്യാം. ക്ലിയർ ആണല്ലോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ വീഡിയോക്ക് താഴെ നിങ്ങൾ കമൻ്റ് ആയിട്ട് എഴുതാം കേട്ടോ. ഇനി ഫസ്റ്റ് വൺ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് റാൻഡം മൊഡ്യൂളാണ്. റാൻഡം മൊഡ്യൂൾ. ഈ റാൻഡം മൊഡ്യൂളിന് അണ്ടറിൽ മെയിനായിട്ട് 3 ഫംഗ്ഷനാണുള്ളത്. ഒന്ന് റാൻഡം എന്നുള്ള ഫംഗ്ഷൻ. ഓക്കെ, റാൻഡം എന്നുള്ള ഫംഗ്ഷൻ. രണ്ടാമത്തത് റാൻഡ് റേഞ്ച് എന്നുള്ള ഫംഗ്ഷൻ. മൂന്നാമത്തത് റാൻഡ് ഇൻഡ് എന്നുള്ള ഫംഗ്ഷൻ. ഓക്കെ, റാൻഡം എന്നുള്ള ഫംഗ്ഷൻ, റാൻഡ് റേഞ്ച് എന്നുള്ള ഫംഗ്ഷൻ, റാൻഡ് ഇൻഡ് എന്നുള്ള ഫംഗ്ഷൻ. ക്ലിയർ ആണല്ലോ? ക്ലിയർ ആണല്ലോ? ഓക്കെ, നമുക്ക് ഓരോന്ന് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. സോ ഫസ്റ്റ് ഫംഗ്ഷൻ്റെ പേര് റാൻഡം. ഓക്കെ, റാൻഡം എന്നുള്ള മൊഡ്യൂളിൻ്റെ അണ്ടറിലുള്ള ഫസ്റ്റ് ഫംഗ്ഷൻ്റെ പേരാണ് റാൻഡം. ദിസ് ജനറേറ്റ് ഫ്ലോട്ടിംഗ് വാല്യൂസ്, അതായത് ഡെസിമൽ വാല്യൂസ് ആണ്, ഫ്ലോട്ടിംഗ് വാല്യൂസ് ബിറ്റ്വീൻ 0 ആൻഡ് 1. ഓക്കെ, ഇത് എപ്പോഴും ജനറേറ്റ് ചെയ്യുന്നത് വാല്യൂസ് ബിറ്റ്വീൻ 0s ആൻഡ് 1, ഇൻക്ലൂഡിങ് 0 ബട്ട് എക്സ്ക്ലൂഡിങ് 1. അതായത് നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടി ഇവിടെ എഴുതാം, യുനോ ഇൻക്ലൂഡിങ് 0 will be included but excluding 1. Okay, 0 include ആയി. Okay, 0 always included but 1 is excluded. അതായത് വാല്യൂസ് ഇൻ ബിറ്റ്വീൻ 0 ആൻഡ് 1 ആണ് ജനറേറ്റ് ചെയ്യാം. ഓക്കെ, 0 is included, 0 include ചെയ്യും, ബട്ട് 1 is excluded. ഓക്കെ, ഇറ്റ് ഡസ് നോട്ട് റിക്വയർഡ് എനി ആർഗ്യുമെൻറ്റ്. ഇതിൽ നിങ്ങൾ ഒരു ആർഗ്യുമെൻറ്റും പാസ് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മളിപ്പോൾ റാൻഡിൻ്റെ എന്ന് പാസ് ചെയ്ത് പഠിച്ച സമയത്ത് നമ്മൾ പഠിച്ചല്ലോ. ഇപ്പോൾ റാൻഡിൻ്റെ പഠിച്ച സമയത്ത് നമ്മളിങ്ങനെ എഴുതിയില്ല, അതാ റാൻഡം ഡോട്ട് റാൻഡ് ഇൻറ്റ്. ഓക്കെ, ഇവിടെ ഞാൻ വാല്യൂ പാസ് ചെയ്തു 2,5 ഇങ്ങനെ വാല്യൂസ് ഒക്കെ പാസ് ചെയ്തില്ലേ. പക്ഷെ റാൻഡം എന്നുള്ള ഫംഗ്ഷൻ ഒരിക്കലും ആർഗ്യുമെൻസിൻ്റെ ആവശ്യമില്ല. നിങ്ങൾക്ക് സിമ്പിളായിട്ട് ഇങ്ങനെ എഴുതിയാൽ മതി, ഇമ്പോർട്ട്. ഓക്കെ, ഇമ്പോർട്ട് റാൻഡം ഡോട്ട് റാൻഡം. ഇവിടെ കൺഫ്യൂഷൻ ആവരുത്, എന്താണ് ഈ റാൻഡം ഡോട്ട് റാൻഡം എന്ന് പറഞ്ഞാൽ. ഇതിൽ റാൻഡം എന്ന് പറയുന്നത്, ഈ റാൻഡം എന്ന് പറയുന്നത് മൊഡ്യൂളാണ്. ഓക്കെ, ദിസ് ഈസ് ദ മൊഡ്യൂൾ നെയിം. ഓക്കെ, ദിസ് ഈസ് ദ മൊഡ്യൂൾ നെയിം. ഇത് മൊഡ്യൂൾ നെയിമാണ്, അത് മൊഡ്യൂൾ നെയിമാണ്. ഈ റാൻഡം എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ രണ്ടാമത്തെ റാൻഡം എന്ന് പറയുന്നാൽ എന്താണ്? ഈ റാൻഡം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദിസ് ഈസ് ഫങ്ഷൻ അണ്ടർ ദാറ്റ് മൊഡ്യൂൾ ആണ്. ഓക്കെ, ദാറ്റ് ഈസ് ഫങ്ഷൻ നെയിം ആണ്. ഓക്കെ, ദാറ്റ് ഈസ് ഫങ്ഷൻ നെയിം. ഈ ഫംഗ്ഷൻ എന്തിൻ്റെ അണ്ടറിലുള്ളതാണ്? ഈ ഫംഗ്ഷൻ റാൻഡം എന്നുള്ള മൊഡ്യൂളിൻ്റെ അണ്ടറിലുള്ളതാണ്. ക്ലിയർ ആണല്ലോ? അപ്പോൾ നമുക്ക് എക്സാമ്പിൾ നോക്കാം. ഇമ്പോർട്ട് റാൻഡം. ആദ്യമായിട്ട് എന്ത് ചെയ്തു? നമ്മൾ ആ മൊഡ്യൂളിനെ ഇമ്പോർട്ട് ചെയ്തു. റാൻഡം ഡോട്ട് റാൻഡം എന്നുള്ളത് നമ്മൾ ആദ്യം കോൾ ചെയ്ത സമയത്ത് വാല്യൂ ജനറേറ്റ് ആയില്ല, റാൻഡം വാല്യൂസ് ആണ് ജനറേറ്റ് ആവുക, വാല്യൂസ് ബിറ്റ്വീൻ 0 ആൻഡ് 1. ഇതാണ് എൻ്റെ മെയിൻ കോർ കോൺസെപ്റ്റ്. ഓൾവേസ് വിൽ ഗിവ് യു എ ഫ്ലോട്ടിംഗ് പോയിന്റ് വാല്യൂ. ഓക്കെ, ഫ്ലോട്ടിംഗ് പോയിന്റ് വാല്യൂ ബിറ്റ്വീൻ 0 ആൻഡ് 1, 1 ഈസ് എക്സ്ക്ലൂഡഡ്. ഈ കോൺസെപ്റ്റ് ക്ലിയർ ആയിട്ട് നിങ്ങൾ മനസ്സിലാക്കി വെക്കണം. അപ്പോൾ കണ്ടോ, നിങ്ങൾ ആദ്യം റാൻഡം ഡോട്ട് റാൻഡം എന്ന് നമ്മൾ എക്സിക്യൂട്ട് ചെയ്ത സമയത്ത് നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് 0.6425 എന്ന് പറഞ്ഞ് ഒരു റാൻഡം നമ്പർ കിട്ടുന്നു. നെക്സ്റ്റ് ടൈം നിങ്ങൾ അത് വീണ്ടും നമ്മൾ എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് അഗെയിൻ വി ആർ ഗെറ്റിംഗ് അനദർ റാൻഡം നമ്പർ.
again another random number. Okay, last time നിങ്ങൾക്ക് കാണാം again another random number. So all the value that should be in between 0 and 1 and 1 is excluded. Okay, ഇതാണ് ഇതിൻ്റെ അപ്പർ ലിമിറ്റ് ലോവർ ലിമിറ്റ്. അതിൽ 0 ഇൻക്ലൂഡഡ് ആണ്, 1 എക്സ്ക്ലൂഡഡ് ആണ് എന്നുള്ളതാണ് കോർ കോൺസെപ്റ്റ്. ക്ലിയർ ആണല്ലോ? ഓക്കെ, അപ്പം നമുക്ക് അടുത്തൊരു ഫംഗ്ഷനിലേക്ക് പോവാം. രണ്ടാമത്തെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് റാൻഡ് റേഞ്ച് ആണ് അല്ലേ. ഈ റേഞ്ച് എന്നുള്ള ഫംഗ്ഷൻ നമ്മൾ ഓൾറെഡി ഫെമിലിയർ ആണ്. എന്ത് റേഞ്ച് ഉള്ളത് നമ്മൾ ഫോർ ലൂപ്പിലൊക്കെ പഠിച്ചിട്ടുണ്ട്, ഫോർ ഐ ഇൻ റേഞ്ച്. ആ റേഞ്ചും ഈ റേഞ്ചും തമ്മിൽ ഒരു വ്യത്യാസമുണ്ട്, ഞാൻ ഡിസ്കസ് ആയിട്ട് പറഞ്ഞുതരാം. ഇത് റാൻഡം നമ്പറിനായിട്ടുള്ള വരുന്ന റാൻഡ് റേഞ്ച് ആണ്. അതുകൊണ്ട് ഇത് അറ്റ് എ ടൈം വൺ വാല്യൂ വിൽ ബി പ്രിന്റഡ് അല്ലേ. രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് നമ്മൾ ഇതിൻ്റെ ഈ അടുത്തൊരു സ്ലൈഡിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞുതരാം വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ റാൻഡ് റേഞ്ച്. റാൻഡ് റേഞ്ച് എന്ന് പറയുന്ന സമയത്ത് ലാസ്റ്റ് വാല്യൂ എന്തായാലും ആ റേഞ്ചിലുള്ള പോലെ തന്നെ ലാസ്റ്റ് വാല്യൂ വിൽ ബി എക്സ്ക്ലൂഡഡ്. പക്ഷെ ഒരു ഡിഫറൻസ് എന്താന്ന് വെച്ചാൽ അറ്റ് എ ടൈം വൺ വാല്യൂ വിൽ ബി പ്രിന്റഡ് ഹിയർ. ഓക്കെ, ഓക്കെ, അപ്പം നമുക്ക് ഈ റാൻഡ് റേഞ്ച് എന്നുള്ള ഫംഗ്ഷൻ ഡിസ്കസ് ചെയ്യാം. ദിസ് മെത്തേഡ് ഓൾവേസ് റിട്ടേൺ ആൻ ഇൻറ്റീജർ ബിറ്റ്വീൻ ഗിവൺ ലോവർ ആൻഡ് അപ്പർ ലിമിറ്റ്. ഓക്കെ, ടു ദിസ് മെത്തേഡ് എക്സ്ക്ലൂഡിങ് ദ അപ്പർ ലിമിറ്റ്. അതായത് നമ്മളെ നോർമൽ റേഞ്ച് ഫംഗ്ഷൻ്റെ മാതിരി തന്നെ എക്സ്ക്ലൂഡിങ് ദ ലാസ്റ്റ് വാല്യൂ, എക്സ്ക്ലൂഡിങ് ദ അപ്പർ ലിമിറ്റ്. ഓക്കെ, നമുക്ക് അതിൻ്റെ സിൻടാക്സ് നോക്കാം. റാൻഡം ഡോട്ട് റാൻഡ് റേഞ്ച് എ കോമ ബി കോമ സ്റ്റെപ്പ് വാല്യൂ. എ എന്ന് പറഞ്ഞാൽ അതിൻ്റെ സ്റ്റാർട്ടിംഗ് വാല്യൂ ആണ്, ബി എന്ന് പറഞ്ഞാൽ അതിൻ്റെ സ്റ്റോപ്പ് വാല്യൂ ഓർ എൻഡ് വാല്യൂ ആണ്, സ്റ്റെപ്പ് വാല്യൂ എന്ന് പറഞ്ഞാൽ ഇതാണ് അതിൻ്റെ ഡിഫറൻസ്. ഓക്കെ, ദാറ്റ് ഈസ് ദ ഡിഫറൻസ്. ദെൻ ഇറ്റ് വിൽ ബി ജനറേറ്റഡ് എ റാൻഡം ഇൻറ്റീജർ വാല്യൂസ് വിത്തിൻ. കണ്ടോ, ഇത് കോൺസെപ്റ്റ് ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോൺസെപ്റ്റ് ആണ്. റാൻഡം ഇൻറ്റീജർ, ഓൾവേസ് ആൻ ഇൻറ്റീജർ വാല്യൂ വിൽ ബി പ്രൊഡ്യൂസ്ഡ്. ഓക്കെ, പ്രീവിയസ് റാൻഡം മൊഡ്യൂൾ എന്നുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്തപ്പം അവിടെ ഫ്ലോട്ടിംഗ് പോയിന്റ് വാല്യൂ, ഡെസിമൽ വാല്യൂ ആണ് പ്രൊഡ്യൂസ് ചെയ്തത് അല്ലേ, ബിറ്റ്വീൻ 0 ആൻഡ് 1. ഞാൻ റാൻഡം എന്നുള്ളതിൻ്റെ കേസാണ് പറഞ്ഞത്. ഇവിടെ റാൻഡ് റേഞ്ച് ആണ്, ഇവിടെ ഇൻറ്റീജർ വാല്യൂസ് വിത്തിൻ ദ റേഞ്ച് ഓഫ് എ ടു ബി, അതിൽ ഇൻക്ലൂഡിങ് എ ആൻഡ് എക്സ്ക്ലൂഡിങ് ബി. ഓക്കെ, ഹാവിങ് ഡിഫറൻസ് ആ സ്റ്റെപ്പ് വാല്യൂ. ജസ്റ്റ് ഫോർ എക്സാമ്പിൾ ഞാൻ നിങ്ങൾക്കൊരു എക്സാമ്പിൾ കാണിച്ചു തരാം. ഇമ്പോർട്ട് നമ്മൾ നോർമലി എങ്ങനെ ഉപയോഗിക്കുക, ഇമ്പോർട്ട് റാൻഡം. ഓക്കെ, റാൻഡം ഡോട്ട് റാൻഡ് റേഞ്ച്. ഓക്കെ, റാൻഡ് റേഞ്ചിൽ ആർഗ്യുമെൻറ്റ്സ് പാസ് ചെയ്യണം. സ്റ്റാർട്ടിംഗ് വാല്യൂ ഇസ് 1, എൻഡിങ് വാല്യൂ ഇസ് 5. ഓക്കെ, അപ്പോൾ ഇത് എത്ര വാല്യൂസ് ജനറേറ്റ് ചെയ്യും നോക്കാം നമുക്ക് ആദ്യമായിട്ട്. ഇപ്പോൾ സ്റ്റാർട്ടിംഗ് വാല്യൂ അല്ലേ. സോ ആസ് പെർ ദ എക്സ്പ്ലനേഷൻ ലോവർ ലിമിറ്റ് ആൻഡ് അപ്പർ ലിമിറ്റ്, അതിൽ എക്സ്ക്ലൂഡിങ് ദ അപ്പർ ലിമിറ്റ് എന്ന് പറഞ്ഞു. സോ ആ എക്സ്ക്ലൂഡിങ് അത് നോർമൽ റേഞ്ച് ഫംഗ്ഷൻ പോലെ തന്നെ ഈ വാല്യൂ ഇൻക്ലൂഡ് ആവില്ല. ഓക്കെ, അപ്പോൾ ഇത് ജനറേറ്റ് ചെയ്യുന്നത് എത്ര വാല്യൂസ് ആയിരിക്കും നോക്കാം നമുക്ക്. ഇത് ജനറേറ്റ് ചെയ്യുന്നത് 1 വിൽ ബി, there is a chance 1 will be coming, 2 will be coming, 3 will be coming, 4 will be coming, 5 will not come. Okay, 5 will not come. അപ്പോൾ എത്ര വാല്യൂസ് ജനറേറ്റ് ചെയ്യും? 1 2 3 4. പക്ഷേ അറ്റ് എ ടൈം 1 വിൽ ബി ജനറേറ്റഡ്. ഇപ്പോൾ ഈ ഒരു കോഡ് നിങ്ങൾ എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കിട്ടുന്ന ആൻസർ ചിലപ്പം 1 ആവാം. ഓക്കെ, നെക്സ്റ്റ് ടൈം ജനറേറ്റ് ചെയ്യുന്ന സമയത്ത് 2 ആവാം, നെക്സ്റ്റ് ടൈം നമ്മൾ എക്സിക്യൂട്ട് ചെയ്യുന്നത് 3 ആവാം, നെക്സ്റ്റ് ടൈമിൽ നമ്മൾ ജനറേറ്റ് ചെയ്യുന്ന സമയത്ത് 4 ആവാം. ഓക്കെ, അറ്റ് എ ടൈം 1 വാല്യൂ. അത് എന്തായാലും മനസ്സിൽ നിങ്ങൾ കോർ കോൺസെപ്റ്റ് ആണ് അറ്റ് എ ടൈം. സോ അറ്റ് എ ടൈം 1 വാല്യൂ. ഓക്കെ, അറ്റ് എ ടൈം 1 വാല്യൂ. ക്ലിയർ ആണല്ലോ? അറ്റ് എ ടൈം 1 വാല്യൂ. ഇതൊരു സ്റ്റെപ്പ് വാല്യൂ എന്ന് പറഞ്ഞാൽ എന്താണ് അതിൻ്റെ ഡിഫറൻസ് അല്ലേ. ഞാൻ ഒരു എക്സാമ്പിളും ഇവിടെ കാണിച്ചു തരാം. ഇപ്പോൾ റാൻഡം ഡോട്ട് റാൻഡ് റേഞ്ച്. ഓക്കെ, അതിൽ ഞാൻ പാസ് ചെയ്യുന്നത് 2 വാല്യൂ. സെയിം എക്സാമ്പിൾ തന്നെ എടുക്കാം. 1 കോമ 5 കോമ 2. ഇതിൽ സ്റ്റാർട്ടിംഗ് വാല്യൂ എന്താണ്? ഈ 1 എന്നുള്ളതാണ് സ്റ്റാർട്ടിംഗ് വാല്യൂ അല്ലേ. ദിസ് ഈസ് ദ സ്റ്റാർട്ടിംഗ് വാല്യൂ. ഓക്കെ, ദിസ് ഈസ് ദ സ്റ്റാർട്ട് വാല്യൂ. മനസ്സിലാവാൻ വേണ്ടി ഞാൻ ഇവിടെ എഴുതാം. ദിസ് ഈസ് ദ സ്റ്റാർട്ട് വാല്യൂ ആൻഡ് ദിസ് ഈസ് ദ സ്റ്റോപ്പ് വാല്യൂ. ഇപ്പോൾ സ്റ്റോപ്പ് വാല്യൂ വിൽ ബി എക്സ്ക്ലൂഡഡ് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. സ്റ്റോപ്പ് വാല്യൂ, ദിസ് ഈസ് ദ ഡിഫറൻസ്. ആൻഡ് ദ ലാസ്റ്റ് വാല്യൂ എന്ന് പറയുന്നത് എന്താണ്? അതിന് സ്റ്റെപ്പ് വാല്യൂ ഓർ നമുക്ക് പറയാം ഇതിൻ്റെ ഡിഫറൻസ് ആണ് അല്ലേ. ഇതാണ് ഇതിൻ്റെ ഡിഫറൻസ്. അപ്പോൾ ഏതൊക്കെ വാല്യൂസ് ആണ് ജനറേറ്റ് ചെയ്യാനുള്ള ചാൻസ്? സ്റ്റാർട്ടിംഗ് വാല്യൂ 1, ഒക്കെ 1 വരാൻ ചാൻസ് ഉണ്ട്. ദെൻ
ഡിഫറൻസ് 2 ആണ്. അപ്പം 1+2 നെക്സ്റ്റ് വാല്യൂ എന്ന് പറയുന്നത് 3 ആയിരിക്കാം. 3+2 5 ആണ്. പക്ഷേ 5 ആണ് നമ്മളെ ലാസ്റ്റ് വാല്യൂ. ദാറ്റ് വിൽ ബി എക്സ്ക്ലൂഡഡ്. അപ്പോൾ നമുക്ക് ഈ കോഡ് ഇത് റാൻഡം ഡോട്ട് റാൻഡ് റേഞ്ച് എന്നുള്ള ഫംഗ്ഷൻ ജനറേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് 1 കിട്ടാം ഓർ നമുക്ക് 3 കിട്ടാം അല്ലേ. സ്റ്റാർട്ടിംഗ് വാല്യൂ 1 ആണ്, ഡിഫറൻസ് 2 ആണ്. അപ്പോൾ 1+2 3 ആണ് നെക്സ്റ്റ് വാല്യൂ. ദെൻ 3+2 5 ആണ് വരിക. പക്ഷേ 5 ഈസ് ദ ലാസ്റ്റ് വാല്യൂ. ദാറ്റ് വിൽ ബി എക്സ്ക്ലൂഡഡ്. ഇവിടെ നമ്മൾ പറഞ്ഞു എക്സ്ക്ലൂഡിങ് ദ അപ്പർ ലിമിറ്റ്. എക്സ്ക്ലൂഡിങ് ദ അപ്പർ ലിമിറ്റ്. ക്ലിയർ ആണല്ലോ. വളരെ സിമ്പിളായിട്ട് ഈ കോൺസെപ്റ്റൊക്കെ നമ്മൾ വളരെ സിമ്പിളായിട്ടാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഈ ഒരു വൺ ഷോട്ട് വീഡിയോ മാത്രം നിങ്ങൾ കണ്ടാൽ മതി. കംപ്ലീറ്റ് മൊഡ്യൂൾസിനെ പറ്റിയുള്ള കംപ്ലീറ്റ് കോൺസെപ്റ്റ് നിങ്ങൾക്ക് ക്ലിയർ ആവും. ഓക്കെ, നമുക്ക് അടുത്തൊരു സ്ലൈഡിലേക്ക് പോവാം. ഇവിടെ കുറച്ച് എക്സാമ്പിളാണ് നമ്മൾ ഈ ഒരു സ്ലൈഡിൽ നമ്മൾ കുറച്ച് എക്സാമ്പിളാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് റാൻഡ് റേഞ്ച് ഫംഗ്ഷൻ്റെ. ഇപ്പം നോക്കാം, റാൻഡം ഡോട്ട് റാൻഡ് റേഞ്ച് 2,8,2. സോ സ്റ്റാർട്ടിംഗ് വാല്യൂ എന്താണ് 2, എൻഡിങ് വാല്യൂ എന്താണ് 8, ഡിഫറൻസ് എന്താണ് 2. അപ്പോൾ ഇതിൽ ഏതൊക്കെ ജനറേറ്റ് ചെയ്യാം? ഇവിടെ എഴുതിയുണ്ട് അല്ലേ. ഇത് ഓൾറെഡി ഞാനിവിടെ എഴുതരാം. ഇതിൽ ഏതൊക്കെ വാല്യൂസ് ജനറേറ്റ് ചെയ്യുക? സ്റ്റാർട്ടിംഗ് വാല്യൂ 2 ആൻഡ് എൻഡിങ് വാല്യൂ 8 ആണ്, ഡിഫറൻസ് 2. അപ്പോൾ 2+2 ഡിഫറൻസിനോട് ആഡ് ചെയ്യുക. 2+2 എന്ന് പറഞ്ഞാൽ 4 വരാം, അത് കഴിഞ്ഞ് 6 വരാം, അത് കഴിഞ്ഞ് 8 വരാം. പക്ഷേ 8 വരില്ല. 8 വിൽ ബി ദ ലാസ്റ്റ് വാല്യൂ. ദാറ്റ് വിൽ ബി എക്സ്ക്ലൂഡഡ്. ഓക്കെ, ശ്രദ്ധിക്കേണ്ട കാര്യം, ഓൾവേസ് ഇറ്റ് വിൽ പ്രൊഡ്യൂസ് ആൻ ഇൻറ്റീജർ വാല്യൂസ്. ഓക്കെ, ഇൻറ്റീജർ വാല്യൂ ഓൺലി വിൽ ബി പ്രൊഡ്യൂസ്, നോ അതർ ഡെസിമൽ വാല്യൂ. ഇൻറ്റീജർ ഓൺലി പ്രൊഡ്യൂസ്. ഓക്കെ, ഇൻറ്റീജർ ഓൺലി. ഞങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടിയിട്ടാണ് ഇവിടെ എഴുതുന്നത്. അപ്പോൾ ഇതിൻ്റെ ഏതൊക്കെ വാല്യൂസ് ജനറേറ്റ് ചെയ്യും? സെയിം വാല്യൂ 2, 4, 6. അറ്റ് എ ടൈം 1 പ്രിന്റ് ചെയ്യുള്ളൂ. ഇവിടെ ഉണ്ടോ, ഈ വാല്യൂവിൽ 6 എന്ന് പ്രിന്റ് ചെയ്തു അല്ലേ. രണ്ടാമത് സെയിം കോഡ് നമ്മൾ എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് 2 എന്നുള്ളത് പ്രിന്റ് ചെയ്തു. വീണ്ടും നമ്മൾ റാൻഡം ഡോട്ട് റാൻഡ് റേഞ്ച്, ഇത് റാൻഡ് റേഞ്ചിൽ 2,6. ഇതിൽ ഏതൊക്കെ ജനറേറ്റ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്? സ്റ്റാർട്ടിംഗ് വാല്യൂ 2 ആണ്, ദെൻ എൻഡിങ് വാല്യൂ 6 ആണ്. അപ്പോൾ 6 വിൽ ബി എക്സ്ക്ലൂഡഡ്. 2 വരാം, 3 വരാം, 4 ദർ ഈസ് എ ചാൻസ്, ദെൻ 5, 6 വരാൻ ചാൻസ് ഇല്ല. 6 വിൽ ബി എക്സ്ക്ലൂഡഡ്. ഇപ്പോൾ ഓരോ പ്രാവശ്യം നമ്മൾ എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് ഇതിലുള്ള ഏതെങ്കിലും വാല്യൂസ് ആയിരിക്കും വരാം. കണ്ടോ, ഫസ്റ്റ് ജനറേറ്റ് ചെയ്തപ്പോൾ 3 വന്നു, രണ്ടാമത് ജനറേറ്റ് ചെയ്ത ഉണ്ടോ സെയിം കോഡ് എക്സിക്യൂട്ട് ചെയ്ത സമയത്ത് 5 വന്നു, വീണ്ടും സെയിം കോഡ് എക്സിക്യൂട്ട് ചെയ്തപ്പോൾ 5 വന്നു, വീണ്ടും ഇത് ഈ വാല്യൂ റാൻഡം നമ്പേഴ്സ് ആണ്, റാൻഡം ആയിട്ട് ജനറേറ്റ് ചെയ്യുന്ന വാല്യൂസ് ആണ് അല്ലേ. റാൻഡ് ആയിട്ടാണ് പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടേ നിൽക്കുക. ഉണ്ടോ, ഇപ്പോൾ ഇവിടെയും റാൻഡ് റേഞ്ച് ഓഫ് 2,6. ഇപ്പോൾ 3 പ്രൊഡ്യൂസ് ചെയ്തു. അതായത് ഈ സെറ്റ് ഓഫ് വാല്യൂസിൽ ഏതെങ്കിലും വാല്യൂസ് റാൻഡം ആയിട്ട് ജനറേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ക്ലിയർ ആണല്ലോ. ഈ റാൻഡം നമ്പർ എന്നുള്ള കോൺസെപ്റ്റ് എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്? നമ്മൾ പ്രോഗ്രാമിങ്ങിൽ നമുക്ക് റാൻഡം ആയിട്ട് നമ്പേഴ്സ് ജനറേറ്റ് ചെയ്യണം. ജസ്റ്റ് ഫോർ എക്സാമ്പിൾ, നിങ്ങളൊരു ഗെയിം പ്രിപ്പയർ ചെയ്യുകയാണ്. ഓക്കെ, ഇപ്പോൾ ഒരു ലുഡോ ഗെയിം നിങ്ങൾ ജനറേറ്റ് ചെയ്യുന്ന സമയത്ത്, നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ ഡൈ നമ്മൾ ത്രോ ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്താണ് റാൻഡം ആയിട്ടാണ് ഓരോ നമ്പേഴ്സ് അല്ലേ കിട്ടാനുള്ള ചാൻസ്. അങ്ങനെ ആ പ്രോബബിലിറ്റി ഓഫ് നമ്പേഴ്സിനെ കിട്ടാൻ വേണ്ടി നമുക്ക് ഈ റാൻഡം നമ്പർ ജനറേറ്റ് ചെയ്യാം, യൂസ് ചെയ്യാം. അങ്ങനെ റാൻഡം ആയിട്ട് നമ്പേഴ്സൊക്കെ ജനറേറ്റ് ചെയ്യേണ്ട പ്രോഗ്രാംസിൽ നമുക്ക് ഈ മൊഡ്യൂൾസിനെ ഇമ്പോർട്ട് ചെയ്തിട്ട് നമുക്ക് പൈത്തണിൽ യൂസ് ചെയ്യാൻ പറ്റും. ക്ലിയർ ആണല്ലോ. അപ്പോൾ അടുത്തൊരു സ്ലൈഡിലേക്ക് പോവാം. ഇതിലാണ് നമ്മൾ എന്താ പറയുക, നോർമൽ റാൻഡ് റേഞ്ചിൻ്റെയും റേഞ്ചിൻ്റെയും തമ്മിലുള്ള ഡിഫറൻസ്. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടിയിട്ട് ഞാൻ പറയാം. ഉണ്ടോ ഡിഫറൻസ്, ഡിഫറൻസ് ബിറ്റ്വീൻ റാൻഡ് റേഞ്ച് ആൻഡ് നോർമൽ റേഞ്ച് ഫംഗ്ഷൻ. ഓക്കെ, ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താണ് നമുക്ക് നോക്കാം. ഇപ്പോൾ ഒന്നാമത്തെ കേസിൽ കണ്ടോ, ഇമ്പോർട്ട് റാൻഡം ഡോട്ട് റാൻഡ് റേഞ്ച് ഓഫ് 2,6. ഇത് 2,6 എന്ന് പറഞ്ഞാൽ അറ്റ് എ ടൈം 1 വാല്യൂ ആണ് ജനറേറ്റ് ചെയ്യുക അല്ലേ. ഇതിൽ ഏതൊക്കെ വാല്യൂസ് ഇൻക്ലൂഡ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്? 2 വരാനുള്ള ചാൻസ് ഉണ്ട്. സ്റ്റാർട്ടിംഗ് വാല്യൂ 2 ആണ്. സോറി, ഞാൻ ഇവിടെ ക്ലിയർ ആയിട്ട് എഴുതാം. സ്റ്റാർട്ടിംഗ് വാല്യൂ 2 വരാനുള്ള ചാൻസ് ഉണ്ട്, 3 വരാനുള്ള ചാൻസ് ഉണ്ട്, 4 വരാനുള്ള ചാൻസ് ഉണ്ട്, 5 വരാനുള്ള ചാൻസ് ഉണ്ട്. ഇതിൽ ഏതെങ്കിലും വാല്യൂസ് ആയിരിക്കും റാൻഡം ആയിട്ട് ജനറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക അല്ലേ. ഇപ്പോൾ സ്റ്റാർട്ടിംഗ് വാല്യൂ 2 അപ് ടു 6 എന്ന് പറയുമ്പോൾ 6 വിൽ ബി എക്സ്ക്ലൂഡഡ്. 2, 3, 4, 5 എന്നുള്ളതായിരിക്കും ജനറേറ്റ് ചെയ്യുക.
വേണ്ടോ നമ്മൾ എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് ഒരു വാല്യൂ സിംഗിൾ വാല്യൂ വിൽ ബി പ്രിന്റഡ്. ഓക്കെ, അതാണ് ഇവിടുത്തെ കോൺസെപ്റ്റ്. ഈ റാൻഡ് റേഞ്ചിൽ എന്താണ് ചെയ്യുന്നത്? റാൻഡ് റേഞ്ചിൽ ഓൾവേസ് സിംഗിൾ വാല്യൂ വിൽ ബി പ്രിന്റഡ് അറ്റ് എ ടൈം. മനസ്സിലാൻ വേണ്ടി ഇവിടെ എഴുതാം, സിംഗിൾ വാല്യൂ വിൽ ബി പ്രിന്റഡ്. ഓക്കെ, പ്രിന്റഡ് അറ്റ് എ ടൈം. ഓക്കെ, അറ്റ് എ ടൈം സിംഗിൾ വാല്യൂ വിൽ ബി പ്രിന്റഡ്. ഇവിടെ ഫോർ ലൂപ്പിലേക്ക് വരുമ്പോൾ 4i ഇൻ റേഞ്ച് ഓഫ് 2,6. ഈ 2,6 എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ഐട്രേഷനിൽ 2 വിൽ ബി പ്രിന്റഡ്, നെക്സ്റ്റ് ഐട്രേഷനിൽ 3 വിൽ ബി പ്രിന്റഡ്, നെക്സ്റ്റ് ഐട്രേഷൻ 4 വിൽ ബി പ്രിന്റഡ്, നെക്സ്റ്റ് ഐട്രേഷൻ 5 വിൽ ബി പ്രിന്റഡ്, നെക്സ്റ്റ് ഐട്രേഷനിൽ 6 വരില്ല, 6 വിൽ ബി ദ ലാസ്റ്റ് വാല്യൂ, ദാറ്റ് വാല്യൂ വിൽ ബി എക്സ്ക്ലൂഡഡ്. ഇതായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്ന ഔട്ട്പുട്ട്. ഉണ്ടോ? എല്ലാ വാല്യൂസും അറ്റ് എ ടൈം ജനറേറ്റ് ചെയ്യും. ഓൾ വാല്യൂസ് വിൽ ബി ജനറേറ്റഡ് അറ്റ് എ ടൈം. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഇവിടെ സിംഗിൾ വാല്യൂ ആണ് പ്രൊഡ്യൂസ് ചെയ്യുക, ഇവിടെ ഓൾ വാല്യൂസ്. അതെ, ഓക്കെ, ഇത് നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടിയിട്ട് ഇതിൽ ഓൾ വാല്യൂ ഫോർ ലൂപ്പിൽ ഉപയോഗിക്കുന്ന റേഞ്ച് ആണെങ്കിൽ ഓൾ വാല്യൂസ് വിൽ ബി പ്രൊഡ്യൂസ്. ഓക്കെ, ഓൾ വാല്യൂസ് വിൽ ബി പ്രിന്റഡ്. ക്ലിയർ ആണല്ലോ? ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് അടുത്തൊരു ടോപ്പിക്കിലേക്ക് പോകാം. സോ മൂന്നാമത്തെ ഫംഗ്ഷൻ റാൻഡ് ഇൻറ്റ് ഫംഗ്ഷൻ. നമ്മൾ റാൻഡം ഫംഗ്ഷൻ പഠിച്ചു, റാൻഡ് റേഞ്ച് എന്നുള്ള ഫംഗ്ഷൻ പഠിച്ചു, റാൻഡ് ഇൻറ്റ് എന്നുള്ള ഫംഗ്ഷൻ. റാൻഡം എന്നുള്ള ഫംഗ്ഷൻ നമ്പേഴ്സിനോ, റാൻഡം എന്നുള്ള ഫംഗ്ഷൻ വിൽ ജനറേറ്റ് എ റാൻഡം നമ്പേഴ്സ് ബിറ്റ്വീൻ 0 and 1. അതിൽ 0 വിൽ ബി ഇൻക്ലൂഡഡ്, 1 വിൽ ബി എക്സ്ക്ലൂഡഡ്. അത് ഓൾവേസ് വിൽ പ്രൊഡ്യൂസ് എ ഡെസിമൽ വാല്യൂസ് ആണ് അല്ലേ? പക്ഷെ റാൻഡ് റേഞ്ച് എന്നുള്ള ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഇൻറ്റീജർ വാല്യൂസ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുക. അതിൽ സ്റ്റാർട്ടിംഗ് വാല്യൂ ഇൻക്ലൂഡഡ് ആണ്, അതായത് ലോവർ ലിമിറ്റ് ഇൻക്ലൂഡ് ആണ്, അപ്പർ ലിമിറ്റ് വിൽ ബി എക്സ്ക്ലൂഡഡ്. ഓക്കെ, ഇപ്പോൾ ഇനി നമ്മൾ നോക്കാൻ പോകുന്ന മൂന്നാമത്തെ ഫംഗ്ഷനാണ് റാൻഡ് ഇൻറ്റ്. റാൻഡ് ഇൻറ്റ്, ദിസ് മെത്തേഡ് ടേക്സ് ടു പാരാമീറ്റേഴ്സ്. Okay, parameters a comma b, in which the first one is the lower limit and second one is the upper limit. This function returns any integer number. ഇതാണ് കോൺസെപ്റ്റ്. ഉണ്ടോ? എനി ഇൻറ്റീജർ നമ്പർ. നമ്മൾ റാൻഡം എന്നുള്ള ഫംഗ്ഷൻ മാത്രമേ ഡെസിമൽ നമ്പർ ജനറേറ്റ് ചെയ്യുന്നുള്ളൂ, ബാക്കിയെല്ലാം ഇൻറ്റീജർ നമ്പറാണ് ജനറേറ്റ് ചെയ്യുന്നത്. എനി ഇൻറ്റീജർ നമ്പേഴ്സ് ബിറ്റ്വീൻ ടു നമ്പേഴ്സ് ഇൻക്ലൂഡിങ് ദ ലിമിറ്റ്സ്. ഓക്കെ, അതായത് ലാസ്റ്റ് ലോവർ ലിമിറ്റും അപ്പർ ലിമിറ്റും ബോത്ത് ദ വാല്യൂസ് ആർ ഇൻക്ലൂഡഡ്. അപ്പം ഇതിൽ 2, 5 ബോത്ത് വാല്യൂസ് ഇൻക്ലൂഡഡ്. ഓക്കെ, സോ ബോത്ത് ലിമിറ്റ്സ് ആർ ഇൻക്ലൂഡഡ്, ബോത്ത് വാല്യൂസ് are included, both values are included. ഇപ്പോൾ ജസ്റ്റ് ഫോർ എക്സാമ്പിൾ ഇവിടെ 2,5 എന്നുള്ളതാണ്. അപ്പോൾ ഏതൊക്കെ വാല്യൂസ് ആണ് ജനറേറ്റ് ചെയ്യാനുള്ള ചാൻസ്? ഞാൻ ഇവിടെ ടൈപ്പ് ചെയ്യാം. നമുക്ക് 2 ജനറേറ്റ് ചെയ്യാം, 3 ജനറേറ്റ് ചെയ്യാം, 4 ജനറേറ്റ് ചെയ്യാം, 5 ഓൾസോ വിൽ ബി ജനറേറ്റഡ്. ഓക്കെ, ബോത്ത് ദ വാല്യൂ. അപ്പോൾ ഓരോ ടൈമിലും നമ്മൾ ഇത് എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് ദർ ഈസ് എ ചാൻസ് ഫോർ 3 വിൽ ബി പ്രിന്റഡ്, യെസ്. 5 വിൽ ബി പ്രിന്റഡ്, യെസ്. 5 നമ്മുടെ റേഞ്ചിലുള്ള വാല്യൂ ആണ്. എഗെയിൻ 5, എഗെയിൻ 5. ഏത് വാല്യൂസും റാൻഡം ആയിട്ട് ജനറേറ്റ് ചെയ്യാം. 3 വരാനുള്ള ചാൻസ് ഉണ്ട്, 4 വരാനുള്ള ചാൻസ് ഉണ്ട്, 2 വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ റേഞ്ചിലുള്ള ഈ 4 വാല്യൂസും റാൻഡം ആയിട്ട് 4 വാല്യൂസും റാൻഡായിട്ട് ജനറേറ്റ് ചെയ്യും. ക്ലിയർ ആണല്ലോ? ഇപ്പം നമ്മൾ റാൻഡം മൊഡ്യൂളിൻ്റെ അണ്ടറിലുള്ള 3 ഫംഗ്ഷൻസ് പഠിച്ചു അല്ലേ? ക്ലിയർ ആണല്ലോ? റാൻഡം മൊഡ്യൂളിൻ്റെ അണ്ടറിലുള്ള 3 ഫംഗ്ഷൻസ്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ നോക്കാം. റാൻഡം ഡോട്ട് റാൻഡ് ഇൻറ്റ് 5,2. ഓക്കെ, ഇവിടെ എന്താണ് എറർ അടിക്കാനുള്ള കാരണം? റാൻഡം ഡോട്ട് റാൻഡ് ഇൻറ്റ് 5,2 എന്ന് പറയുന്നത് ഇവിടെ ഉണ്ടോ? എന്താണ് എറർ അടിക്കാനുള്ള കാരണം? ഇതിൻ്റെ ലോവർ ലിമിറ്റാണ് ഹൈ വാല്യൂ അല്ലേ, ആൻഡ് അപ്പർ ലിമിറ്റ് സ്മോൾ വാല്യൂ ആണ്. ഇങ്ങനെ നമ്മൾ പാസ് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് വിൽ ജനറേറ്റ് ആൻ എറർ. ഓക്കെ, ദിസ് വിൽ ജനറേറ്റ് ആൻ എറർ വാല്യൂ. ഓക്കെ, നമുക്കറിയാം എററാണ്. എന്തുകൊണ്ടാണ്? ഇതിൻ്റെ ലോവർ ലിമിറ്റ് എന്താണ്? ഹൈ വാല്യൂ ഏതാണ് അല്ലേ? അപ്പോൾ അങ്ങനെയുള്ള ഇത് പാസ് ചെയ്ത് കഴിഞ്ഞാൽ എറർ ആയിരിക്കും. ഇനി അടുത്ത ഒരു എക്സാമ്പിൾ നോക്കാം. റാൻഡം ഡോട്ട് റാൻഡിൻ 2,2. ഇതിൻ്റെ ലോവർ ലിമിറ്റ് എന്താണ്? ദിസ് ഈസ് ദ ലോവർ ലിമിറ്റ്, ദിസ് ഈസ് ദ അപ്പർ ലിമിറ്റ്. ഓക്കെ, 2,2 എന്ന് പറഞ്ഞാൽ സ്റ്റാർട്ടിംഗ് വാല്യൂ 2 ആണ്, അപ്പോൾ ഓൾവേസ് 2 വിൽ ബി പ്രിന്റഡ്. സ്റ്റാർട്ടിംഗ് വാല്യൂ 2 ആണ്, എൻഡിങ് വാല്യൂ 2 ആണ്, അപ്പോൾ സ്റ്റാർട്ടിംഗ് വാല്യൂ വിൽ ബി പ്രിന്റഡ്, 2 വിൽ ബി പ്രിന്റഡ്. ഉണ്ടോ? ഇത് എത്ര തവണ നിങ്ങൾ ജനറേറ്റ് ചെയ്ത് കഴിഞ്ഞാലും സെയിം വാല്യൂ ആയിരിക്കും പ്രിന്റ് ചെയ്യാം. ഓക്കെ, ഇത് റാൻഡം ഡോട്ട് റാൻഡിൻ 2,3 എന്ന് പറഞ്ഞാൽ ഇത് നമ്മൾ പഠിച്ച കോൺസെപ്റ്റ് ആണല്ലേ.
ദിസ് ഈസ് ദ ലോവർ വാല്യൂ ആൻഡ് ദിസ് ഈസ് ദ അപ്പർ വാല്യൂ. ഒക്കെ ബോത്ത് വാല്യൂസ് ആർ ഇൻക്ലൂഡഡ്. ഓക്കെ, അപ്പോൾ ഇത് ജനറേറ്റ് ചെയ്യാൻ രണ്ട് വാല്യൂസ് ആണ് ഇത് ജനറേറ്റ് ചെയ്യാനുള്ള ചാൻസ് ഉള്ളത്. ഐദർ എന്താവാം, ഇത് ഏതൊക്കെ വാല്യൂസ് ആണ് ജനറേറ്റ് ചെയ്യാം, ഒന്നെങ്കിൽ 2 ആകാം. ഓക്കെ, ടൈപ്പ് ചെയ്ത് തരാം. ഒന്നെങ്കിൽ നമുക്ക് 2 ജനറേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ 3 ജനറേറ്റ് ചെയ്യും. ഓക്കെ, ബിക്കോസ് ബോത്ത് ദ വാല്യൂസ് ആർ ഇൻക്ലൂഡഡ് അല്ലേ, ബോത്ത് വാല്യൂസ് ആർ ഇൻക്ലൂഡഡ് ആണ്. അതുകൊണ്ടോ ഇവിടെ ജനറേറ്റ് ചെയ്യുന്ന സമയത്ത് 3 വരാം, 3 വരാം, 3 വരാം, 3 വരാം, അതർവൈസ് 2 വരാം. ഓക്കെ, ബിക്കോസ് ഈ രണ്ട് വാല്യൂസ് മാത്രമേ വരുള്ളൂ. ക്ലിയർ ആണല്ലോ. റാൻഡം എന്നുള്ള ഫംഗ്ഷൻ പഠിച്ചു, റാൻഡ് റേഞ്ച് എന്നുള്ള ഫംഗ്ഷൻ പഠിച്ചു, റാൻഡ് ഇൻറ്റ് എന്നുള്ള ഫംഗ്ഷൻ പഠിച്ചു. ക്ലിയർ ആണല്ലോ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോക്ക് താഴെ കമൻ്റ് ആയിട്ട് ഇടും. ഓക്കെ, അപ്പോൾ ഞാൻ ഒന്നും കൂടെ റിവൈസ് ചെയ്യാണ് നമ്മൾ പഠിച്ച ഫങ്ഷൻസ്. റാൻഡം മൊഡ്യൂൾസ്. ഓക്കെ, റാൻഡം മൊഡ്യൂൾസ്. റാൻഡം മൊഡ്യൂളിൻ്റെ അണ്ടറിൽ നമ്മൾ പഠിച്ചത് 3 ഫങ്ഷൻസ് ആണ്. ഒന്ന് റാൻഡം എന്നുള്ള ഫങ്ഷൻ. ഓക്കെ, റാൻഡം എന്നുള്ള ഫങ്ഷൻസ് എന്തൊക്കെയാണ് ജനറേറ്റ് ചെയ്യാം? ജനറേറ്റ് എ ഡെസിമൽ വാല്യൂ, ഒക്കെ ഫ്ലോട്ടിംഗ് പോയിന്റ് വാല്യൂ. ജനറേറ്റ് എ ഫ്ലോട്ടിംഗ് പോയിന്റ് വാല്യൂ. കോർ കോൺസെപ്റ്റ് മാത്രം എഴുതുന്നത് വാല്യൂ ബിറ്റ്വീൻ 0 ആൻഡ് 1. ഓക്കെ, അതിൽ മനസ്സിലാക്കേണ്ടത് സീറോ ഇൻക്ലൂഡഡ് ആണ്, 0 ഇൻക്ലൂഡഡ് ആൻഡ് 1 ഈസ് എക്സ്ക്ലൂഡഡ്. ഓക്കെ, 1 അതിൻ്റെ ഇൻ ബിറ്റ്വീനിലുള്ള ഒരു ഡെസിമൽ വാല്യൂസ് ഫ്ലോട്ടിംഗ് പോയിന്റ് വാല്യൂസ് ആയിരിക്കും ജനറേറ്റ് ചെയ്യാം. ഓക്കെ, 0 ഇൻക്ലൂഡഡ്. ദെൻ നമുക്ക് രണ്ടാമത്തെ ഫംഗ്ഷൻ നമ്മൾ പഠിച്ചത് ഏതാണ്? റാൻഡ് റേഞ്ച് എന്നുള്ള ഫംഗ്ഷൻ. ഞാൻ ഇവിടെ എഴുതാം. രണ്ടാമത് നമ്മൾ പഠിച്ച ഫംഗ്ഷൻ്റെ പേര് റാൻഡ് റേഞ്ച് എന്നാണ്. റാൻഡ് റേഞ്ച്. ഈ റാൻഡ് റേഞ്ച് എന്താണ് ജനറേറ്റ് ചെയ്യുക? ഇത് ജനറേറ്റ് ഇൻറ്റീജർ വാല്യൂ അറ്റ് എ ടൈം, ഒരു ഇൻറ്റീജർ വാല്യൂ, ആൻഡ് അതിൽ ലോവർ ലിമിറ്റ് ഇൻക്ലൂഡഡ് ആണ് അല്ലേ. ഇൻറ്റീജർ വാല്യൂ ആണ് പ്രൊഡ്യൂസ് ചെയ്യുക. ഇൻറ്റീജർ വാല്യൂ ആണ് പ്രൊഡ്യൂസ് ചെയ്യുക. പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് അതിൽ ലോവർ ലിമിറ്റ്. ഓക്കെ, ലോവർ ലിമിറ്റ് included and the upper limit excluded. ക്ലിയർ ആണല്ലോ. ഇനി നമ്മൾ മൂന്നാമത് പഠിച്ച ഫംഗ്ഷൻ ഏതാണ്? റാൻഡിൻറ്റ് അല്ലേ. നമ്മളിപ്പോൾ ലാസ്റ്റ് പഠിച്ച ഫംഗ്ഷനാണ് റാൻഡിൻറ്റ്. ഇപ്പോൾ റാൻഡിൻറ്റ് എന്ന് പറഞ്ഞാൽ മൂന്നാമത് പഠിച്ച ഫംഗ്ഷൻ റാൻഡ് ഇൻറ്റ് ഫംഗ്ഷൻ. റാൻഡിൻ്റെ ഫങ്ഷൻസും ജനറേറ്റ് ചെയ്യുക ഈ ഇൻറ്റീജർ വാല്യൂ ആണ്. ഇൻറ്റീജർ വാല്യൂ ആൻഡ് ഇതിൽ ലാസ്റ്റ് വാല്യൂ ആൻഡ് ലോവർ ലിമിറ്റ് ആൻഡ് അപ്പർ ലിമിറ്റ് ബോത്ത് ആർ ഇൻക്ലൂഡഡ്. ലോവർ ആൻഡ് അപ്പർ ലിമിറ്റ് ഓക്കെ ആർ ഇൻക്ലൂഡഡ്. ബോത്ത് വാല്യൂ ഇൻക്ലൂഡഡ് ആണ്. ക്ലിയർ ആണല്ലോ. അപ്പോൾ ഇത്രയാണ് നമ്മൾ എന്ത് പഠിച്ചത്? റാൻഡം മൊഡ്യൂളിൻ്റെ അണ്ടറിൽ പഠിച്ചത്. ഓക്കെ, ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മൊഡ്യൂളാണ് റാൻഡം മൊഡ്യൂൾ. 2 വയസ്സിൽ മൊഡ്യൂൾസിനെ ഇമ്പോർട്ട് ചെയ്യുന്നതും പഠിച്ചു അല്ലേ, ബൈ യൂസിങ് ഇമ്പോർട്ട് സ്റ്റേറ്റ്മെൻറ്റും ബൈ യൂസിങ് ഫ്രം സ്റ്റേറ്റ്മെൻറ്റും. ഓക്കെ, ബൈ യൂസിങ് ഫ്രമും. അപ്പോൾ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത